L'Hopital's rule ഉപയോഗിച്ച് ചെയ്യാവുന്ന മറ്റൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് indeterminate forms of type 0 raised to 0, infinity raised to 0, or 1 raised to infinity. ഇവിടെ സാധാരണ ഫങ്ഷൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. f of x ഒരു ഫങ്ഷൻ raised to another function g of x, in which this limit of this f of x is 0 and g of x is 0, or f of x, limit of f of x is infinity and limit of g of x is 0, limit of f of x is 1 and g of x is infinity, etc. ഇത് യഥാർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ട് രണ്ട് ലിമിറ്റുകൾ തമ്മിൽ, ബേസും പവറും തമ്മിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ limit x tends to 0 plus 1 plus x the whole raised to 1 by x. നോക്കൂ, ഇവിടെ ബേസ് 1 plus x, that is f of x is 1 plus x and g of x is 1 by x. Then as x tends to 0 plus, നമ്മൾ നോക്കുമ്പോൾ ബേസിലുള്ള ഫംഗ്ഷൻ 1 plus x tends to 1 and as x tends to 0 plus 1 by x tends to plus infinity. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് റോങ് ആയിട്ട് നമുക്ക് സംഭവിക്കാവുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 റൈസ് ടു ഇൻഫിനിറ്റി. വണ്ണിൻ്റെ റിപ്പീറ്റിംഗ് ആപ്ലിക്കേഷൻ therefore it is 1, പക്ഷെ അത് പറയാൻ പറ്റില്ല, ഒരു പ്രശ്നമാണ്. ഓർ ഇൻഫിനിറ്റി, അതുകൊണ്ട് ഇൻഫിനിറ്റി ഇതൊന്നുമല്ല അതിൻ്റെ ആൻസർ നമുക്കറിയാം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള രീതിയിൽ ലിമിറ്റ് x tends to 0 plus 1 plus x the whole raised to 1 by x is actually e ആണ്, ഓയിലേഴ്സ് നമ്പർ ആണ്, e ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ 1 raised to infinity ഫോം ഒക്കെ യഥാർത്ഥത്തിൽ നമുക്ക് തർക്കം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അത് സോൾവ് ചെയ്യാൻ നമുക്ക് ലോപിത്താൾസ് റൂൾ ഉപയോഗിക്കാം. പക്ഷെ ലോപിത്താൾസ് റൂൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒന്നുകിൽ ഫോം 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് ഫോമിൽ നമുക്ക് മുകളിൽ പറഞ്ഞ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഇതിൽ ഏതെങ്കിലുമാണ് ലിമിറ്റ് വരുന്നതെങ്കിൽ ആദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലേക്ക് മാറ്റണം. കാരണം ഈ പവറിൽ നിന്ന് ലോഗരിതത്തിലേക്ക് മാറി തിരിച്ച് ലോഗരിതം ആൻറ്റി ലോഗരിതത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ y is equal to f of x raised to g of x എന്ന് വന്നാൽ നമുക്ക് ലോഗരിതം നാച്ചുറൽ ലോഗരിതത്തിലേക്ക് പോകാം. നാച്ചുറൽ ലോഗരിതം ഓഫ് f of x raised to g of x എന്ന് വരും. ഓക്കെ, that is equal to g of x into നാച്ചുറൽ ലോഗരിതം ഓഫ് f of x എന്നാവും. പിന്നീട് നമുക്ക് നേരത്തെ x ln x നെയൊക്കെ ലിമിറ്റ് x tends to 0 പ്ലസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, ലിമിറ്റ് x tends to 0 പ്ലസ് ln x ഡിവൈഡ് ബൈ 1 by x എന്ന് പറഞ്ഞ് ഫോം ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ രീതിയിലേക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ദെൻ എക്സാമ്പിളായിട്ട് ഒരു പ്രോബ്ലം നോക്കാം. Show that limit x tends to 0 plus, ചിലപ്പോൾ 0 എന്ന് മാത്രം പറയാം, അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് മാത്രം എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ലിമിറ്റ് x tends to 0 1 plus x raised to 1 by x. 1 by x ന് x tends to 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ x tends to 0 പ്ലസ് ആക്കി ചെയ്യുക. ഓക്കെ, or x tends to 0 minus. കൺഫ്യൂഷൻ വേണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് x tends to 0 plus 1 plus x raised to 1 by x എഴുതാം. That is equal to e. Then ഇവിടെ ഈ 1 plus x raised to 1 by x നെ ഒരു ഡിപ്പെൻഡ് വേരിയബിളിലേക്ക് മാറ്റണം. Let y is equal to 1 plus x
the whole raised to 1 by x. Then taking natural logarithm on both sides, you get ln y is equal to 1 by x into ln 1 plus x. It is equal to ln 1 plus x by x. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ as x tends to 0 plus 1 ln 1 plus x. 1 plus x tends to 1. Therefore, ln 1 plus x tends to ln 1 is equal to 0. And the denominator tends to 0. Therefore, it is formed 0 by 0. Therefore, taking limit. Therefore, limit x tends to 0 plus ln y is equal to limit x tends to 0 plus ln of 1 plus x divided by x. And it is of the form ln 1 plus x ln 1, that is 0 by 0. Okay. അപ്പോൾ ഇത് L'Hopital rule അപ്ലൈ ചെയ്യാൻ പറ്റിയ indeterminate form ആണ്. Therefore, applying L'Hopital's rule, that is taking the derivative for numerator and denominator separately. And what is the derivative of ln 1 plus x? That is 1 by 1 plus x, and derivative of x is 1. Therefore, it is x tends to 0 plus 1 by 1 plus x is 1 by 1 plus 0, and here 1. Therefore, it is 1 by 1 is equal to 1. That is limit x tends to 0 plus ln y is equal to 1. That is, this means as x tends to 0 plus ln y tends to 1. Chodyam, what about y? As x tends to 0 plus y tends to where? Since the exponential function is continuous, therefore ln y tends to 1 il the function e raised to apply ചെയ്യാം. E raised to ln y tends to e raised to 1. This is since the exponential function is continuous. This implies what is e raised to ln y? That is y tends to e raised to 1, that is e. That what is y? Y was 1 plus x the whole raised to 1 by x. That is 1 plus x the whole raised to 1 by x tends to e as x tends to 0 plus. അതായത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: limit x tends to 0 plus 1 plus x the whole raised to 1 by x is equal to e. ഇങ്ങനെയാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ പവർ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമ്മൾ L'Hopital's rule 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ലോഗരിതം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. Okay. The next problem, evaluate limit x tends to 0 e raised to x plus x the whole raised to 1 by x. Then it is of the form as x tends to 0 e raised to x tends to e raised to 0, that is 1 plus x tends to 0, therefore 1 raised to plus 0 raised to, or 1 raised to, as x tends to 0 0 plus ആലോചിക്കുക, 1 by x tends to infinity form. Okay. Or x tends to 0 minus ആണെങ്കിൽ infinity form. ഓക്കെ, ഇത് മതി. അപ്പോൾ ഇതിന് നമുക്ക് പറഞ്ഞ പോലെ 1 raised to infinity form ആണ്. Let y is equal to e raised to x plus x raised to 1 by x എടുക്കുക. Then taking natural logarithm, ln y is equal to 1 by x ln e raised to x plus x. That is equal to ln e raised to x plus x divided by x.
it is of the form as x tends to 0 plus what is limit x tends to 0 plus ln e raised to x plus x by x is as a form of x tends to 0 it is 1 plus 0 that is ln 1 is 0 by 0 form I. Therefore take limit x tends to 0 plus ln y is equal to limit x tends to 0 plus ln e raised to x plus x divided by x. It is of the form 0 by 0. Then use L'Hopital rule. And it is limit x tends to 0 plus taking the derivative ln e raised to x plus x and derivative 1 by e raised to x plus x into function of a function rule raised to x and derivative e raised to x plus x and derivative 1 by 1. That is, it is limit x tends to 0 plus e raised to x plus 1 divided by e raised to x plus x. Then it is x0 എടുത്താൽ e raised to 0 plus 1 that is 1 plus 1 by e raised to 0 plus 0 it is 1 plus 0 hence it is 2. ln y tends to 2 as x tends to 0 plus. It is as x tends to 0 plus ln y tends to 2. നമ്മൾ പിന്നെ പറഞ്ഞ ആർഗ്യുമെന്റ് നേരത്തെ പോലെ തന്നെയാണ്. It is e raised to എടുക്കുമ്പോൾ that function is continuous. Therefore e raised to ln y tends to e raised to 2 square എന്ന് പറയാം. That is e raised to ln y is y. Y tends to e square. This as x tends to 0 plus y tends to e square. What is y? Y is e raised to x plus x raised to 1 by x. Therefore limit x tends to 0 plus e raised to x plus x raised to 1 by x is equal to e square. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Find limit x tends to plus infinity cos 2 by x raised to x square. Then it is of the form cos 2 by x. As x tends to infinity, 2 by x tends to 0. And cos this tends to cos 0, that is 1. X square tends to infinity, that is it is form 1 raised to infinity. Let y is equal to cos 2 by x raised to x square then taking natural logarithm then y is equal to x square into ln cos 2 by x. ഇതിനെ 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. Then it is ln ന്യൂമറേറ്ററിൽ കിടക്കണം, മറ്റേ ബൈ എക്സ് സ്ക്വയറിങ് മാറ്റിക്കൊണ്ടുവരാം. എക്സ് സ്ക്വയറിനെ 1 by x square എഴുതാം. Then ഏത് ഫോമായി എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആസ് എക്സ് ടെൻസ് ടു 0 ഇൻഫിനിറ്റി പ്ലസ് ആയിരുന്നാൽ അപ്പോൾ ln cos 2 by infinity that is cos 0 1 ln 1 0 ln 1 0 1 by x square
It is as x tends to infinity. 1 by x square tends to 0. Therefore, it is form 0 by 0. Therefore, limit x tends to plus infinity ln y is equal to limit x tends to infinity right side ln of cos 2 by x by 1 by x square. It is of the form infinity by 0 by 0, because as x tends to infinity 2 by x tends to 0 and cos 0 1 ln 1 0. Therefore, use L'Hopital's rule and limit x tends to infinity ln cos 2 by x is 1 by cos derivative of ln cos 2 by x, then 1 by cos 2 by x function of a function rule cos 2 by x derivative minus sin 2 by x into അതിനകത്തൊരു function ഉണ്ട് 1 by x. അപ്പോൾ 2 constant 2 by x derivative minus 2 by x square 2 into minus 1 by x square divided by 1 by x square derivative എന്താ x raised to minus 2 derivative വരുമ്പോൾ minus 2 x raised to minus 3, that is minus 2 by x cube. Then simplification possible ആയിട്ടുള്ള ചെയ്യുക. minus 2 by x cube minus 2 by x square കൂടെ cancellation നടക്കും. That is it is minus x cube by 2 cancellation minus ഒക്കെ പോകുന്നുണ്ട്. x cube x square then x ഇത് രണ്ടും കൂടെ x വരും. Simplification ഇല്ല. Limit x tends to infinity x ആയി ഒരു മൈനസ് കിടപ്പുണ്ട്. മൈനസ് എക്സ് സൈൻ 2 by x ഡിവൈഡഡ് ബൈ cos 2 by x. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ മുകളിലൊരു പ്രശ്നമുണ്ട്. മുകളിലൊരു ഫോം വരുന്നത് ഇൻഫിനിറ്റി ഇൻറ്റു as x tends to infinity 2 by x tends to 0, therefore sin 0. Form infinity into 0. ഡിനോമിനേറ്ററിൽ കുഴപ്പമില്ല, cos 0 1ലേക്ക് വരും. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം എടുത്ത് വെച്ച് ചെയ്താൽ എളുപ്പമുണ്ട്. ഇവിടെ നിന്ന് നിന്നിട്ട് ഈ ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്നുള്ള പ്രശ്നം ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് x tends to infinity ആവും. ഈ മൈനസിങ് മാറ്റി കോൺസ്റ്റന്റ് ആക്കിയിട്ടേക്ക് കളയരുത്. Limit x tends to infinity x sin 2 by x. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഫോം ഇൻഫിനിറ്റി ഇൻറ്റു 0 ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫോമാണ്. ഇതിന് ലോഗരിതമൊന്നും ആവശ്യമില്ല, ഇടയ്ക്ക് വന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത് ചെയ്യുകയാണ്. ഇൻഫിനിറ്റി ദെൻ ഇത് നമ്മുടെ 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതേത് ഫോമായി as x tends to infinity 2 by x tends to 0, therefore sin 0 tends to 0 by x tends to infinity 1 by x tends to 0. It is form 0 by 0. Therefore, it is limit x tends to infinity. Use L'Hopital's rule here. അപ്പോൾ ഇത് cos 2 by x numerator derivative ആണ് into minus 2 by x square function of the function rule. 1 by x derivative minus 1 by x square and simplification. അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് പോവുകയും 1 by x square ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ ലിമിറ്റ് x tends to infinity 2 cos 2 by x സിംപ്ലിഫൈ ചെയ്തെഴുതാം. ഇതെന്താണ്? as x tends to infinity 2 by x tends to 0, therefore cos 0 1ലേക്ക് പോയി ലിമിറ്റ് ഈസ് 2. ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് x tends to infinity കൊടുക്കുമ്പോൾ 2 കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ലിമിറ്റ് x tends to infinity ln y is equal to ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതായിരുന്നു ലിമിറ്റ് x tends to infinity. അവിടെ ഒന്നുകൂടെ എഴുതാം. മൈനസ് x
sin 2 by x by cos 2 by x. ഇതായിരുന്നു നമ്മളവിടെ എഴുതി നിർത്തിയ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് നമുക്കറിയാം. അതിൻ്റെ സ്പ്ലിറ്റിങ് വന്നത് നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ പ്രത്യേകം ലിമിറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വന്ന കൺഫ്യൂഷനിലാണ് ന്യൂമറേറ്റർ ലിമിറ്റ് 2 എന്ന് കിട്ടിയത്. അതുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോവാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മൈനസ് എക്സ് സൈൻ 2 ബൈ എക്സ് ഇസ് -2 then. -2 എക്സ് സൈൻ 2 ബൈ എക്സിൻ്റെ ആ എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റാണ് നമ്മൾ ചെയ്തത്. ബൈ കോസ് 2 ബൈ എക്സ്. ആ എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കോസ് 2 ബൈ എക്സ്. 2 by x tends to 0, therefore cos 0, that is 1. Hence, ഇവിടെ നമുക്ക് -2 എന്ന ആൻസർ കിട്ടും. That is limit x tends to infinity ln y. Y ആണ് നമ്മുടെ ഫംഗ്ഷൻ. That is here as x tends to infinity ln y ആണ് tends to -2. നമ്മൾ പറഞ്ഞ പോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e raised to നേരത്തെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് e raised to ln y tends to e raised to -2 എന്ന് പറയാം as x tends to infinity. What is e raised to ln y? That is y. Therefore y tends to e raised to -2 or 1 by e square. അതായത് limit x tends to infinity the question cos 2 by x raised to x square is equal to 1 by e square. Okay, ഇതാണ് ആൻസർ. Limit x tends to plus infinity 1 plus a by x raised to bx